കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ റിബേഷ് രാമകൃഷ്ണൻ, മനീഷ്, അതുൽ എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. റെഡ് വോളണ്ടിയേഴ്സ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങളാണ് അതുലും മനീഷും. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർക്കെതിരെ പ്രചരിപ്പിച്ചതെന്ന പേരിൽ വിവാദത്തിലായ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്ത ശേഷം അതിവേഗമാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രത്യേകിച്ചും CPM DYFI നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേസിൽ UDF ആരോപണം ഉന്നയിച്ചിരുന്ന DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. റിബേഷിന് പുറമെ അമ്പാടിമുക്ക് സഹാക്കൾ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനായ മനീഷ്, റെഡ് ബറ്റാലിയൻ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗമായ അതുൽ എന്നിവരും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവയ്ക്കപ്പെട്ടത് ഇത്തരം ഇടത് അനുകൂല ഗ്രൂപ്പുകളിലാണെന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കേസിൽ ആരോപണ വിധേയനായതിൻ്റെ പശ്ചാത്തലത്തിൽ റിബേഷ് രാമകൃഷ്ണൻ DYFIയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ഇപ്പോൾ ബ്ലോക്ക് കമ്മിറ്റിയായാണ് അദ്ദേഹം തുടരുന്നത്. ഒപ്പം വിവാദ ചിത്രം ആദ്യം പങ്കുവച്ച വടകര സ്ക്വാഡ് ഗ്രൂപ്പിൻ്റെ അഡ്മിനും DYFI നേതാവുമായ ജിതിൻ ഭാസ്കറിൻ്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. എങ്കിലും ശാസ്ത്രീയ പരിശോധനയുടെ ഫലം ലഭ്യമായിട്ടില്ല. ഈ സ്ക്രീൻഷോട്ട് തനിക്ക് ലഭിച്ചതിൻ്റെ ഉറവിടം അറിയില്ല എന്നാണ് അന്വേഷണ സംഘത്തോട് ജിതിൻ മൊഴി നൽകിയിരിക്കുന്നത്. വടകര സ്ക്വാഡ് ഗ്രൂപ്പിൽ നിന്നാണ് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചെന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ഇത്തരം ഇടത് കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ DYFI CPM പ്രവർത്തകരുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ ആദ്യം പ്രതി ചേർക്കപ്പെട്ട അല്ലെങ്കിൽ ഈ കേസിലെ പ്രതിയായ MSF നേതാവ് കാസിമിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. കാസിമിൻ്റെ ഫോൺ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നല്ല ഇത്തരമൊരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ അദ്ദേഹമല്ല ഇത്തരം ഒരു പോസ്റ്റ് നടത്തിയെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. എന്തായാലും എല്ലാ വശങ്ങളും പരിശോധിച്ച് അന്വേഷണമായി ശക്തമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.